അല്ല, അത് കഴിഞ്ഞ ധാരണ ഉണ്ടായിക്കണം. ഞാൻ സംസാരിക്കുന്നതും പിട്ടാസുമായി ഫോൺ സംസാരിക്കുന്ന 2 ദിവസം മുമ്പാണ്. അത് കഴിഞ്ഞ് പിന്നീട് ധാരണ ഉണ്ടായതാണ്. ധാരണ ഉണ്ടാകുന്നത് അല്ല, അന്നും CPM-ന്റെ ഉന്നതനായ നേതാവ് തന്നെയാണ് അദ്ദേഹം. പാർട്ടി അംഗമാണ്. ഞാൻ പാർട്ടി അംഗമല്ല. തിരുവഞ്ചൂരിന്റെ ഓഫീസിൽ ബിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത്. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോയത് പിന്നീടാണ്, അന്നല്ല. അന്ന് ഞങ്ങൾ മടങ്ങി വരികയാണ് ചെയ്തത്. അന്ന് ഞാനും ബിട്ടാസിന്റെ കാറിലാണ് ഞാൻ പോയത്. ഞാൻ മടങ്ങി വന്നത് ബിട്ടാസിന്റെ കാറിലാണ്. എന്ന ബിട്ടാസ് പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ അതിനുശേഷം പിന്നീട് കണ്ടുവന്നവരെ ബിട്ടാസ് തന്നെ പറയുന്നുണ്ട്, കണ്ടുവെന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള തുടർ ചർച്ചകളിൽ ഞാൻ പങ്കാളിയല്ല. അത് അവസാനിപ്പിച്ചതിൽ കൃത്യമായ പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. കാരണം അന്ന് ഇടതുമുന്നണിയുടെ നേതാവായിരുന്ന ഇപ്പോൾ നേതാവാണ് അന്ന് സജീവ നേതാവായിരുന്ന ഒരു പൊളിറ്റിക്കൽ ധാരണ എടുത്താൽ പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ഡീൽ എന്ന് എനിക്കറിയാം. ഒരു ഡീലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടില്ല. കേരളം ഒരു കലാപഭൂമിയാകുന്ന സംഘർഷത്തിൽ ഒഴിവാക്കണമെന്ന സതുദ്ദേശം മാത്രമേ രണ്ടുപേർക്കും ഉണ്ടായിരുന്നുള്ളൂ. അത് സത്യം. അതായത് ഈ സമരം തീരുമാനിക്കുന്നത് LDF-ന്റെ മീറ്റിംഗിലാണ്. LDF-ന്റെ മീറ്റിംഗിൽ ഇത് പറയുമ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും CPM നേതാക്കന്മാരും CPI നേതാക്കളും എല്ലാവരും ഉണ്ടല്ലോ. ആ മീറ്റിംഗിൽ ഇങ്ങനെ നിർദ്ദേശം വയ്ക്കുമ്പോൾ ചില ആളുകൾ അന്ന് തന്നെ അത് അപ്രായോഗികമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പൊതു തീരുമാനം എടുത്തപ്പോൾ പിന്നീട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ജില്ലാ സെക്രട്ടറിമാർ തന്നെ കുപിതരാകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ് AK സെന്ററിൽ. ഇതെന്തിനാണ് ഈ സമരം എന്ന്. പക്ഷേ അപ്പോൾ എല്ലാവരും അത് DS-ന്റെ പിടിവാശിയാണെന്ന് പറഞ്ഞു എന്നത് എനിക്കറിയാം. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. താല്പര്യം എടുത്തത് ആരെയെന്നുള്ളൊരു പ്രസക്തമല്ല. താല്പര്യം എടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടു കൂട്ടരും ചായ ചർച്ച നടന്നിട്ടില്ല. ഇവിടെ നടക്കുന്നത് അന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ രാജി എന്ന് പറയുന്നത് നടക്കില്ല എന്ന് തിരുവഞ്ചൂർ ആദ്യം തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. രണ്ടാമത് ജുഡീഷ്യൽ അന്വേഷണം ആലോചിക്കാം. അപ്പോഴും LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായ കാരണം ജുഡീഷ്യൽ അന്വേഷണം പോരാ, മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് വിടണം എന്ന മന്ത്രിസഭാ തീരുമാനം വന്നതിന് ശേഷമാണ് സമരം വിഡ്രോ ചെയ്യാൻ LDF-ന്റെ യോഗം ചേർന്ന് തീരുമാനിച്ചത്. അത് അതല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല. ഇപ്പൊ തൊഴിൽ തർക്കം ഞാൻ പറയാം, തൊഴിൽ തർക്കമാണെങ്കിലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സമരങ്ങളാണെങ്കിലും എല്ലാം ഒരു വട്ടമേശയുടെ അടിസ്ഥാനത്തിൽ അല്ല. പലപ്പോഴും ആരെങ്കിലും മുൻകൈ എടുത്ത് അത്തരം ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ ആ മുൻകൈ എടുത്തത് ആരാണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. എല്ലാവർക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തിരുവഞ്ചൂർ രാഷ്ട്രീയ വീട്ടിൽ നിന്ന് ഞാൻ നടത്തുന്ന ചർച്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ടു ദിവസം മുമ്പാണ്. ഇല്ല, സമരം ഒഴിവാക്കപ്പെടുന്നതിന്റെ കാര്യത്തിൽ അങ്ങനെ LDF-ന്റെ ഒരു സമരം പ്രഖ്യാപിച്ച ശേഷം അങ്ങനെ ഒഴിവാക്കും. എല്ലാവരും തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അല്ലല്ല സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആലോചന ഉണ്ടായെങ്കിലും സമരം തുടങ്ങിയതിന്റെ അടിസ്ഥാന ആ ദിവസമാണ് ശരിയായ ആലോചന നടന്നത്. അത് പെട്ടെന്നെടുത്ത ഒരു വൈകാരിക തീരുമാനമാവണം. കാരണം ഈ സമരത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചുള്ള വീണ്ടും വിചാരം ഉണ്ടായി കാണില്ല. സമരത്തിന്റെ തലേദിവസമാണ് സമരം വിഡ്രോ ചെയ്ത് 11-ാം തീയതിയാണ്. വിഡ്രോ ചെയ്യുന്നത് 13-ാം തീയതിയാണ്. 12-ാം തീയതിയാണ് സമരം. അതിന്റെ തലേദിവസമാണ്. പക്ഷെ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമരത്തിന്റെ ആലോചന നടക്കുന്നെങ്കിലും LDF-ന്റെ കൂടാതെ തീരുമാനിക്കാൻ പറ്റുമോ? LDF സമരമല്ലേ.
LDF സമരമല്ലേ ഇത്? സമരം നടത്തുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. സമരം നടത്തിയപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്ന് ജുഡീഷ്യൽ സെഷൻ നടത്താനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടേംസ് ചോദിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സമരം വിഡ്രോ ചെയ്യാൻ LDF തീരുമാനിച്ചു. പിൻവലിക്കണമെന്ന് ചർച്ച ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് ഒത്തുതീർപ്പെന്ന് പിൻവലിക്കണമെന്നുള്ളതില്ല, എങ്ങനെയെങ്കിലും ഒരു ഈ പ്രശ്ന പരിഹാരമാണ്. പിൻവലിക്കലായിരുന്നില്ല. സമരം തുടങ്ങുന്നതിന് മുമ്പ് ഒത്തുതീർപ്പിനുള്ള ശ്രമം തുടങ്ങിയെങ്കിൽ പോലും ഞാൻ അതിന്റെ ആദ്യഘട്ടത്തിലുള്ളൂ, രണ്ടാമത്തെ ഘട്ടത്തിലില്ല. എനിക്ക് കൃത്യത അറിയില്ല. ശ്രമം തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം വെച്ച് വീട്ടിൽ വെച്ചാണ്. അല്ല, ആ തിരുവനന്തപുരത്ത് വീട്ടിൽ വെച്ച് തിരുവനന്തപുരം ആ കൂടി അന്ന് വളരെ വിഷമത്തിലാണ്. കാരണം ഒരു കലാപം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായാൽ ആഭ്യന്തരമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ ആശങ്കയുണ്ട്. അന്ന് ഉച്ചയ്ക്കോടുകൂടിയാണ്. അല്ല, സമരത്തിന്റെ തലേദിവസം 15-ാം തീയതിയാണ്. എന്നാണ് എന്റെ ഓർമ്മ. അതെ, 15-ാം തീയതിയാണ്. അതിനുശേഷം 15-ാം തീയതി വൈകുന്നേരമാണ് ജോൺ ബ്രിട്ടാസും ഞാനും തിരുവനന്തപുരത്തെ കാണുന്നത്. സ്വാഭാവികമായി അറിഞ്ഞു കാണുമല്ലോ. ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരാള് മിടുക്കനായ ഒരാള് സ്വാഭാവികമായിട്ട് ആരെങ്കിലുമായി ചർച്ച ചെയ്യാതെ അത് ചാടുവോ? എന്താ ഞാനോ? ഞാൻ അറിയിച്ചില്ല. ജോൺ ബ്രിട്ടാസ് അറിയിച്ചു കാണും. അത്തരത്തിൽ ഒരു വിഷയമോ ജോൺ ബ്രിട്ടാസിന് നേതാക്കന്മാരുടെ അനുവാദമോ അല്ലെങ്കിൽ അവരുടെ അറിവോ ഇല്ലാതെ മറ്റൊരു ചർച്ചയ്ക്ക് പോകും? അല്ല, സ്വാഭാവികമായിട്ടും നേതാക്കന്മാരിൽ കിട്ടിയ സൂചന അടിസ്ഥാനത്തിലായിരിക്കാം ഈ ടേംസ് ഓഫ് ജുഡീഷ്യൽ അന്വേഷണവും ടേംസ് ഓഫ് റെഫറൻസ് മുഖ്യമന്ത്രി എന്നുള്ള ധാരണ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. സമരം അവസാനിപ്പിക്കണം തിരുവനന്തപുരം ആഗ്രഹം അങ്ങ് മനസ്സിലാക്കി അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സമരം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം CPM-ന്റെ നിരവധി നേതാക്കൾക്കുണ്ടായിരുന്നു. അവർ സ്വകാര്യ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരുമിച്ചല്ല കഴിഞ്ഞിരുന്നത്. ഉച്ചഭക്ഷണം ഒരുമിച്ച് കഴിച്ച സമയത്തൊക്കെ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് തലയിൽ കൈവച്ച നേതാക്കളുണ്ട്, എന്ന് തലയിൽ കൈവച്ച ആളുകളുണ്ട്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ അവസാനിച്ച് കിട്ടണം എന്ന് യൂരാക്കൊടുക്കലും രക്ഷപ്പെടണമെന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം അതിനോട് യോജിച്ചിരുന്നില്ല. പിന്നീട് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുമായിട്ട് ചോദിക്കാതെ അങ്ങനെ തീരുമാനം വരില്ലല്ലോ. ഇത് എന്ത് ഡീലാണ്? ഇതെന്താ കാളക്കച്ചവടമാണോ? അല്ലല്ലോ. കേരളം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സമരം രണ്ടുപേരും പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി കേരളത്തിലെ രണ്ട് മുന്നണികളും മാന്യമായി എടുത്ത ഒരു തീരുമാനമായിട്ടാണ് ചരിത്രകാരൻ എന്നല്ല ഞാൻ രേഖപ്പെടുന്നത്. അതൊക്കെ തെറ്റായ കാര്യമാണ്. അതൊക്കെ വാദമൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അല്ല, സമരം തീർന്നപ്പോഴി അത് അതിൽ നിന്നും പിന്നീടുള്ള ഘട്ടങ്ങൾ വേറെ ഘട്ടമായല്ലോ. സമരം കഴിഞ്ഞു, വേറെ ഘട്ടത്തിൽ ശാന്തമായ അന്തരീക്ഷം വന്നല്ലോ. ആ ഘട്ടം കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ തുടരേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും രണ്ട് കൂട്ടരിൽ നിന്നുണ്ടായ ഒരു പൊതുവായ ആഗ്രഹം അവിടെ ഒരുമിച്ച് തീർന്നു എന്ന് പറഞ്ഞാൽ ശരി. നാടിന്റെ നന്മയ്ക്ക് ഇത്തരം ചർച്ചകൾ പലപ്പോഴും വേണ്ടിവരും. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിൽ ചിലപ്പോഴും മാന്യമായ കരാറുണ്ടാകേണ്ടി വരും. കൊലപാതക രാഷ്ട്രീയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കൊല്ലുമ്പോൾ മാന്യമായ കരാറുണ്ടാക്കേണ്ടി വരും. തൊഴിൽ പ്രശ്നം വന്ന് സംഘർഷം ഉണ്ടാകുമ്പോൾ, തൊഴിലാളികൾ വിഷമത്തിലാകുമ്പോൾ കരാറുണ്ടാക്കേണ്ടി വരും. അത്തരം ഒരു മാന്യമായ കരാർ എന്ന് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. അതെനിക്കറിയില്ല. അത് CPM-ൽ കൂടിയാലും നടന്നോ ഇല്ലോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. CPM-ൽ അംഗം പോലും അല്ലാത്ത എനിക്ക് CPM-ൽ കൂടിയാലും നടന്നോ ഇല്ലോ എന്ന് എനിക്കറിയാൻ പറ്റുമോ?
അതിൽ കോൺഗ്രസിൽ നടന്ന കൂടിയാലും എന്താണെന്നുള്ളത് കോൺഗ്രസിൽ പുറത്തു വന്നാൽ എനിക്കറിയാൻ പറ്റുമോ? വീണ്ടും ഈ വിഷയത്തിലേക്ക് ഉമ്മൻചാണ്ടി വലിച്ചെടുക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ പുതിയ ഈ ലേഖനം ആ ചാപ്റ്റർ അവസാനിച്ചല്ലോ. ഉമ്മൻചാണ്ടി മരിച്ചു, ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനായി. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പോസ്റ്റ്മോർട്ടം ഇപ്പോൾ അനവസരത്തിലാണ്. അങ്ങനെ ഞാൻ കരുതുന്നില്ല. ജോൺ ഉണ്ടക്കൈ ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ഭക്തനാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി വലിച്ചെടുക്കാൻ ഒരിക്കലും ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അത് ആർക്കും ഭക്തരാവാനുള്ള അവകാശമുണ്ടല്ലോ. മുണ്ടക്കയോട് സംസാരിച്ചു. മുണ്ടക്കയത്തിന്റെ നിലപാട് വ്യക്തമാക്കി. സത്യമാണ്, മുണ്ടക്കയം എന്റെ സുഹൃത്താണ്. ഈ വിഷയം ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് അതറിയാൻ പറ്റില്ല. അത് അദ്ദേഹം പറയുന്നതും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള കാര്യം പറയുന്നത് ഞാൻ എങ്ങനെ പറയുന്നു. സോളാർ സമരം അവസാനിപ്പിക്കും.